അമ്മ എന്താണ് പരിപാടി? നമുക്ക് വെല്ലം കൊണ്ട് ഒരു അടപ്രഥമം വെക്കാം. പിന്നെ എന്താ ഈ പരിപാടി തുടങ്ങിയ? അമ്മ വെല്ലം പാവ് കാച്ചാൻ വെച്ചിരിക്കുന്നു. അട നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. ആ ശരി ശരി. തേങ്ങയൊക്കെ ചെറുകി വെച്ചിട്ടുണ്ട്. അപ്പൊ അട വേകട്ടെ. വെല്ലം ഉരുകുമ്പോഴേക്ക് തേങ്ങപ്പാലെടുത്താ വേഗം നമുക്ക് പണിയെടുക്കാം. ഓ റെഡി റെഡി റെഡി. അപ്പൊ അമ്മ അതിലേക്ക് അട ഇടാൻ പോകുന്നു. അട ഇടാൻ പോണ. അപ്പൊ നമ്മ ഒരു 200 ഗ്രാം അട എടുത്തിട്ടുണ്ട്. 200 ഗ്രാം അട, 1 കിലോ വെല്ലം, കഷ്ടി 1 കിലോ വെല്ലം, ഒരു 3 തേങ്ങയുടെ പാല്. അട വേവിക്കുന്ന അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ? ഒറ്റിച്ച് കൊടുക്കണ്ട്. ഒരു മണവും ടേസ്റ്റിനും അല്ലേ അമ്മ? അപ്പൊ അട വേവിക്കാൻ വെച്ചു അമ്മ. അപ്പുറത്ത് വെല്ലം എന്താ ഉരുകിക്കൊണ്ടിരിക്കണു. ഞാൻ തേങ്ങാപ്പാല് അമ്മ തേങ്ങാപ്പാലൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ അമ്മ? ആവും. മാനെ നമ്മളിന്ന് ഇവിടെ ചെറിയ അരി ചെറിയ അരിയും കൊണ്ടാണ് വെക്കുന്നത്. ചെറിയ അട അല്ലെ? കാണിക്കാമ ചെറുതായി നമ്മ പാലട വെക്കുന്ന അട, അതിലാണ് ഞാൻ അടപ്രഥമൻ വെക്കുന്നത്. ഈ വലിയ അടയിലും നമുക്കിത് വെക്കാം. വലിയ അടയിലാണ് ശരിക്കും വെക്കുക. പക്ഷെ എന്താണ് ഇവിടെ മറ്റുള്ള മക്കൾക്കൊന്നും അത് അത്ര ഇഷ്ടമല്ല. അത് വലുതാകുമ്പോ അതിനൊരു കാണുമ്പോ തന്നെ ഒരു ചന്തം ഉണ്ടായിട്ട് നമുക്കത് അത്ര ഇഷ്ടമല്ല ആയിരിക്കും. അപ്പൊ നമ്മളെന്തായാലും ചെറിയ അരി അടയും കൊണ്ടാണ് വെക്കുന്നത്. പക്ഷെ ടേസ്റ്റ് എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ ഇതിലാകുമ്പോ നമുക്ക് കുടിക്കാൻ ഒരു സുഖമാണ് ചെറുതായത് കൊണ്ടേ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഏതാണ് ഇഷ്ടം, ചെറുതാണെങ്കിൽ ചെറുത്, വലുതാണെങ്കിൽ വലുത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പായസം വെക്കാം. ബാക്കി മെത്തേഡൊക്കെ സെയിം ആണ് അല്ലേ മാ? വേകട്ടെ അല്ലേ? എന്താ അടയൊക്കെ വന്നാ? അട വന്നു. അമ്മ പാവ് കാച്ചി വെച്ചതിന് ഉരുളിക്ക് ഒഴിക്കുന്നു. അപ്പൊ അട വേവിച്ച് 2-3 പ്രാവശ്യം കഴുകിയിട്ട് വേണം വെല്ലത്തിൽ ഇടാൻ. പശയൊക്കെ പോണം. അപ്പൊ അമ്മ കഴുകി വാരി വെച്ചിട്ട് അപ്പൊ അതിന് ഇട്ട് കൊടുക്കണം. ഓ റെഡി. ഇനി ഇതമ്മ ഇത് വെല്ലത്തിൽ കിടന്ന് ഒന്ന് ചുട്ടി ആവുമ്പോഴേക്ക് നമ്മള് പാല് റെഡിയാക്കി വെക്കണം അല്ലേ? റെഡിയാക്കി വെച്ചാൽ നമുക്ക് 2ാം പാല് ഒഴിക്കുക, 1ാം പാല് ഒഴിക്കുക, അവസാനിപ്പിക്കുക. അപ്പൊ ഒന്ന് ബെല്ലും ഈ അടയും കൂടി ഒന്ന് നല്ലപോലെ ഉരുളിയിൽ കിടക്കട്ടെ അല്ലേ? കുറച്ചു നേരം ഒന്ന് ചൂരിലട്ടെ അല്ലേ? അപ്പൊ ഇനി മെല്ലെ 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 കിടന്ന് ഇടയ്ക്കിടയ്ക്ക് യോജിപ്പിച്ചൊന്ന് ചുരുട്ടി ബെല്ലും അടയും കൂടി ഒന്ന്, ഇപ്പൊ ബെല്ലും അടയിൽ നിന്ന് പിണങ്ങി നിൽക്കുകയാണ്. അത് പിണങ്ങാണ്ട് രണ്ടുപേരും ചേർന്ന് ഒന്ന് സെറ്റായി വരും അല്ലേ മാ? ആവട്ടെ അല്ലേ? എന്താ മാ അടയൊക്കെ നന്നായി ചുരുണ്ട? അടയൊക്കെ ചുരുണ്ടു. വെല്ലപ്പാവൊക്കെ നല്ലോണം സെറ്റായി. വെള്ളമൊക്കെ നനവേ പോയി ശരിക്കും പണപ്പായസം വെച്ച പോലെ ആയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ നമുക്ക് അതിലേക്ക് 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഓ റെഡി. രണ്ടാം പാലൊക്കെ വെച്ചു. പായസം വെക്കാനും ചന്തമായില്ലമ്മ. അടിപൊളിയായി. ഈ ചെറിയ അടിയിൽ വെക്കുമ്പോ ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്ന എനിക്ക് തോന്നുന്നു. വലിയ അടയാ പറയുമ്പോ നമുക്ക് കാണുമ്പോ തന്നെ നമുക്ക് ഒരു അതോ പോലത്തെ. അപ്പൊ ഇതാണെങ്കിൽ നല്ല ചന്തം ഉണ്ടാവും, കുടിക്കാനും സുഖമാണ്. ഇനി നമ്മൾ പാലും തേങ്ങാപ്പാലും കൂടെ ഒന്ന് തിളച്ചൊന്ന് സെറ്റ് ആവട്ടെ. സെറ്റായിട്ട് 1ാം പാല് ഒഴിക്കുക, അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുക, ഒഴിക്കുക, ഓഫാക്കുക. അമ്മ ബെല്ലും പാലൊക്കെ ആയിട്ട് നല്ലപോലെ യോജിച്ചു യോജിച്ചു. ഇനി അതിലേക്ക് നമുക്ക് 1ാം പാല് ഒഴിച്ച പായസത്തിന്റെ പണി നമുക്ക് റെഡിയായി. ഒഴിക്കുക അല്ലേ? ഒന്നാം പാല് ഒഴിച്ചു. പായസം നല്ല ചന്തമുണ്ട്. പായസത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞില്ലമ്മ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യ് ഏലക്കായ പൊടിയും ഇട്ട കഴിഞ്ഞു. അടപ്രഥമൻ റെഡി. ഇന്നലെ നമ്മള് പാലട വെച്ചു, ഇന്ന് വെല്ലത്തിന്റെ പ്രഥമൻ. ഇത് പാലട അത്ര പാടില്ല അല്ലമ്മ? തേങ്ങാപ്പാലെടുത്ത പണി കഴിഞ്ഞു. നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു നമ്മുടെ പായസം റെഡി. ഏലക്കായ പൊടി ഇടണം അല്പം അല്ലേ? അല്പം ഏലക്കായ പൊടി ഇട്ടു.
ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചാണ്. പൊടിച്ചതാണ്. ഫുള്ള് ഏലക്കായല്ല, ഇതാ അണ്ടിപ്പരിപ്പ് മുന്തിരി. അണ്ടിപ്പരിപ്പ് മുന്തിരി. ഇനി അല്പം മണത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യില്ലേ? അണ്ടിപ്പരിപ്പ് മുന്തിരി നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ ഇട്ടത്. അല്ലെങ്കിൽ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിട്ട് കൊട്ടുക ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണ് സൗകര്യം പോലെ ചെയ്തോളൂ അല്ലേ? അങ്ങനെ അമ്മൻ്റെ അടപ്രഥമൻ റെഡി. അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു അടപ്രഥമൻ സംഭവം റെഡിയായി. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ് പായസം. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അമ്മയെപ്പോൾ ഉണ്ടാക്കി നോക്കുക. എന്താ അഭിപ്രായം പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയിക്കുക. ഓണമല്ലേ, എൻ്റെ മക്കളൊക്കെ വെച്ച് നോക്കുക.